ഇന്ന് ഞാൻ ദാൽ റൈസാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അത് ദാള് കാലാക്കിയിട്ടുണ്ട്, വെന്തു. ഇനി അതിൽ ഞാൻ ബാസ്മതി റൈസ് ഇടും. റൈസ് ഇട്ടു, ഉപ്പിട്ടു, മല്ലിയുടെ ഇല ഇട്ടു, ഇത്തിരി ഉള്ളി ഇട്ടു, ഇഞ്ചി ഇട്ടു. അതൊക്കെ നമുക്ക് അരിഞ്ഞിരിക്കണ്ടേ, അത് കാരണം അത് ഇട്ടു കേട്ടോ. നമുക്ക് കുറച്ച് നെയ്യില്ല, നെയ്യ് ദാൽ റൈസ് അല്ലെങ്കിൽ നെയ്യ് നല്ല ടേസ്റ്റാവും. ഇതിൽ ഉപ്പിട്ടു കേട്ടോ, ഉപ്പിട്ട് നല്ല പോലെ ഇളക്കണം. ഇളക്കിയിട്ട് അത് 3 വിസിൽ വന്നിട്ട് അതിൽ വാങ്ങിക്കാൻ പാടും. അടച്ചു പോകും. ഇനി 3 വിസിൽ വന്നിട്ട് നമുക്ക് വെയിറ്റ് ഇട്ടിട്ടില്ല, വെയിറ്റ് വിടാൻ വല്ലാതെ വെയിറ്റ്. ഇവിടെ ഇപ്പുറത്ത് ചീഞ്ചട്ടി വെച്ചു. വെണ്ടി ഫ്രൈ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഭിണ്ടി കഴുകി തോർത്തേണ്ട, ശരിക്ക് വെള്ളം പിണ്ടി കീര നെടുങ്ങനെ കീറണം കേട്ടോ. എന്നിട്ട് അതിനെ ഫ്രൈ ചെയ്യണം. നെടുങ്ങനെ കീറണം, ഓരോന്നും നെടുങ്ങനെ കീറി അതിൽ മസാല വെക്കണം. എണ്ണ അടുപ്പിൽ ഒഴിച്ചു, കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് ഈ ഭിണ്ടി കീറിയത് മുഴുവൻ അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു ലേശം ഉപ്പും മേലെ ഇടണം, ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു, ഇത്തിരി മഞ്ഞപ്പൊടി ഇടുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ഭിണ്ടി ഇവിടെ കിടന്ന് കലാവട്ടെ. അതായത് ഭിണ്ടി എന്ന് പറഞ്ഞാൽ വെണ്ടക്കായ കേട്ടോ, വെണ്ടക്കായ കലാവും. ഇളക്കി കൊടുക്കുക ഒന്ന് നല്ല. അത് ആ മസാല ഇളം ചൂടിൽ കിടന്ന് പാകാവട്ടെ, സിമ്മിൽ കിട്ടും. ഇനി മസാല പൊടിച്ച് വെച്ച മസാല എടുത്തു, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ഇത്തിരി വിനീഗർ ഒഴിച്ചു. ഒരു ലേശം വിനീഗർ ഒഴിക്കണം കേട്ടോ. പുളിക്ക് വേണ്ടിയിട്ടാണ് ഇത്തിരി വിനീഗർ, അല്ലെങ്കിൽ തൈര് ചേർത്താലും മതി, ഞാൻ വിനീഗറാവും. എന്നിട്ട് അത് വെണ്ടക്കായ കീറിയത് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ചൂടാറുമ്പോൾ അതിൽ കറച്ചു കൊടുക്കും. അതവിടെ ഇരിക്കട്ടെ. ആ വെണ്ടക്കായുടെ കാര്യം മുഴുവനായി. വെണ്ടക്കായ നല്ലോണം ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. ചോറ് കലായിട്ടോ, നല്ലോണം ഇളക്കുക. നെയ്യ് ഇട്ടിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ട് ചോറ് ഇളക്കി. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു കട്ടോരിയിലിടും. അപ്പം അതിന് നല്ല ഷേപ്പ് കിട്ടും. ചോറ് അങ്ങോട്ട് വാരി വിളമ്പല്ല, ഒരു പാകത്തിന് അളവ് പാത്രം എടുക്കുക, ഒരു കട്ടോരി എടുത്തിട്ടായി വിളമ്പി വെച്ചു. ഇനി നെക്സ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി ഇടുക, വെണ്ടക്കായ എടുക്കുക. വെണ്ടക്കായ എടുത്ത് വെണ്ടക്കായുടെ ഓരോന്നിൻ്റെ ഉള്ളിലും മസാല നമ്മൾ വെച്ചിട്ടില്ലേ, ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ മസാല നിറയ്ക്കുക കേട്ടോ. മസാല നിറയ്ക്കാതെ നിറച്ചു കേട്ടോ, നല്ല മസാല നിറച്ച വെണ്ടക്കായ. ഒന്നും കൂടി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ്, സാരമില്ല, കുഴപ്പമില്ല. ദാൽ റൈസ് കലായി, ഭിണ്ടി മസാല, മുട്ട മസാല, അച്ചാറത് കണ്ണിമാങ്ങ അച്ചാർ കേട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച്. ഭിണ്ടി മസാല കഴിച്ചോട്ടെ. നല്ല സ്വാദം. ഭിണ്ടി വളരെ ടേസ്റ്റിയാണ്. മുട്ട മസാല ചൂടാറി, എന്നാലും നല്ല സ്വാദുണ്ട്.